അപ്പോൾ റീയൂസബിൾ പാക്കിംഗ് മെറ്റീരിയൽ ആദ്യത്തെ ഐറ്റമാണ് വോവൻ ഫാബ്രിക് മെറ്റീരിയൽസ്. അതായത് നെയ്തെടുത്ത് നമ്മുടെ കോട്ടൺ അല്ലെങ്കിൽ ലിനൻ ആ ഷീറ്റുകൾ, ഓക്കെ, അതൊക്കെയാണ്. അപ്പോൾ ഇതിൽ വൈഡ് വെറൈറ്റി ഓഫ് കോട്ടൺ ലിനൻസ് കാണും, അല്ലെങ്കിൽ കോട്ടൺ ബ്ലെൻഡ്, മറ്റേ പോളിസ്റ്ററൊക്കെ വെച്ച് ബ്ലെൻഡ് ചെയ്ത ഐറ്റംസ് കാണും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന, നമ്മുടെ പാക്കിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന കോട്ടൺസിന് ഒരു സ്ക്വയർ ഇഞ്ച് ഏരിയയിൽ 140 ത്രെഡ്സ് വേണം. അതാണ് അതിൻ്റെ കണക്ക്. ഓക്കെ, 140 ത്രെഡ്സ് പെർ സ്ക്വയർ ഇഞ്ച്. അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ പാക്കിങ്ങിന് വേണ്ടി, നമ്മുടെ CSSDയിലെ പാക്കിങ്ങിന് വേണ്ടി സെലക്ട് ചെയ്യുന്നത്. എൻ്റെ എക്സാമ്പിൾ മുസ്ലിം റാപ്പേഴ്സ് ഉണ്ട്, ടിവിൽസ്, ബാരിയർ ക്ലോത്ത്സ്, അതൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വോവൻ മെറ്റീരിയൽസ് നമ്മൾ ലോണ്ട്രി ചെയ്യണം. ഓക്കെ, ഓരോ യൂസ് കഴിഞ്ഞ ശേഷം പ്രോപ്പറായിട്ട് ലോണ്ട്രി ചെയ്ത് അയൺ ചെയ്ത് അങ്ങനെ റീപ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത് തിരിച്ച് CSSDയിലോട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡീലിൻഡിങ് ചെയ്യണം. കാരണം ഇത് നമ്മൾ ഓരോ 5-6 പ്രാവശ്യം റീയൂസ് ചെയ്യുമ്പോൾ അതിൽ ലിൻസ് ഉണ്ടാവും അല്ലേ, ഈ കോട്ടൻ്റെയൊക്കെ ലിൻറ്റുകൾ, ചെറിയ ചെറിയ നാരുകളൊക്കെ, അതിനെയൊക്കെ മാറ്റുന്ന ഡീലിൻഡിങ് നമ്മൾ ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ കോട്ടൺ അല്ലെങ്കിൽ ഈ ഒരു ലിനൻ ഫാബ്രിക് മെറ്റീരിയൽ ഒക്കെ നമ്മൾ അതിന് ഹോൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീഗ്രഡേഷൻ ഒക്കെ ഉണ്ടോ എന്നൊരു ലൈറ്റ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് നമ്മളത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണം. അതിന് വേണ്ടി ഒരു ഫെസിലിറ്റിയും CSSDയുടെ ഒരു ഏരിയയിൽ കാണും. ഓക്കെ, അതായത് ഒരു ടേബിളിൽ നമ്മൾ അതിൽ ലൈറ്റ് ഫിറ്റ് ചെയ്തിരിക്കും. അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ഒരു ലിനൻ, ഈ ഒരു ഫാബ്രിക് മെറ്റീരിയൽ വിരിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഹോൾ ഉണ്ടെങ്കിൽ അതുവഴി ലൈറ്റ് വരുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് അതിനെ മാറ്റി അടുത്ത് വേറെ എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഹോൾസ് അല്ലെങ്കിൽ പഞ്ചേഴ്സ് നമ്മൾ ഈ ലിനൻസിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹീറ്റ് സീൽഡ് പാച്ചിങ് ഉപയോഗിച്ച് നമുക്കത് റിപ്പയർ ചെയ്ത് യൂസ് ചെയ്യാനും കഴിയും. പിന്നെ ആ ഒരു സർഫസ് ഏരിയ കണക്കാക്കിയിട്ടാണ് നമ്മൾ പാച്ചിങ് ചെയ്യുന്നത്. കാരണം അതുവഴിയുള്ള സ്റ്റെല്ലൻ്റ് പെനട്രേഷൻ പിന്നീട് ഡിഫിക്കൽട്ടായിരിക്കും. ഓവൻ പാക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം 30 ദിവസം കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവുകയും ചെയ്യും. അടുത്ത രണ്ടാമത്തെ പാക്കിംഗ് മെറ്റീരിയലാണ് ഈ ഒരു റിജിഡ് കണ്ടെയ്നർ സിസ്റ്റംസ്, അല്ലെങ്കിൽ റിജിഡ് സ്റ്റെറിലൈസേഷൻ കണ്ടെയ്നർ എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ കണ്ടെയ്നറുകൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഷെൽഫ് ലൈഫ്, ഇത് 1 ഇയർ വരെയൊക്കെ നമുക്ക് ഷെൽഫ് ലൈഫ് കൊടുക്കാനും കഴിയും. ഓക്കെ, അങ്ങനെയുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പാക്കിംഗ് സിസ്റ്റമാണ്. മെയിനായിട്ട് അലുമിനിയം കണ്ടെയ്നറുകളാണ്. അതിൻ്റെ ലിഡ് എന്ന് പറയുന്ന, അതിനൊരു ലിഡ് കാണും. ഓക്കെ, അത് എയർ ടൈറ്റ് ആയിട്ടുള്ള സീലിങ്ങിൽ ആ ലിഡ് അടയ്ക്കും. ആ ലിഡിൽ തന്നെ ഒരു ഫിൽറ്റർ കാണും. ഓക്കെ, ഈ ഫിൽറ്റർ വഴിയാണ് ഈ സ്റ്റീം ഇതിനകത്തേക്ക് എൻട്രി ചെയ്യുന്നതും അതുപോലെ തന്നെ വാക്കത്തിൻ്റെ സമയത്തും സ്റ്റീം റിമൂവിൻ്റെ സമയത്തും എല്ലാം തിരിച്ച് പുറത്തേക്ക് റിമൂവ് ചെയ്യുന്നു. അത് കഴിഞ്ഞാൽ ഫിൽറ്റർ താനെ ക്ലോസ് ആവും. ആ ഫിൽറ്റർ ചിലതിലൊക്കെ റീയൂസബിൾ ഫിൽറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലതിലൊക്കെ ഡിസ്പോസിബിൾ ഫിൽറ്റർ ആയിരിക്കാം ഉപയോഗിക്കുന്നത്. ഡിസ്പോസിബിൾ ആണെങ്കിൽ അത് ഓരോ സൈക്കിളിൽ നമ്മൾ മാറ്റണം. ഓക്കെ, പിന്നെ റീയൂസബിൾ ആണെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ക്ലീൻ ചെയ്താൽ മതി, ഇളക്കി. അതാണ് ഈ കണ്ടെയ്നർ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ആ ഒരു നമ്മുടെ ഹോൾഡിങ് ലാച്ചിങ് മെക്കാനിസം ഉണ്ട് ഇതിന്, അല്ലെങ്കിൽ ആ ഒരു ക്യാരിങ് ഹാൻഡിൽ. ഓക്കെ, അതിൻ്റെ അടുത്തായിട്ട് ഇതിനൊരു പ്രത്യേകം ലോക്ക് വരുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റെറിലൈസേഷന് മെഷീനകത്തോട്ട് ഇടുന്നത്. അപ്പോൾ ആ ലോക്ക് സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം അതിൽ ഒരു ചെറിയൊരു ഇൻഡിക്കേറ്റർ കാണും. ആ ഇൻഡിക്കേറ്റർ പുറത്തോട്ട് വരും, അങ്ങനെ കംപ്ലീറ്റ് ലോക്കായിരിക്കും. ഓക്കെ, അപ്പോൾ അതുവഴി നമുക്ക് മനസ്സിലാക്കാനും പറ്റും ഇത് സ്റ്റെറിലൈസ് ചെയ്ത കണ്ടെയ്നറാണെന്ന്. ഓക്കെ, തിരിച്ച് ആ ലോക്ക് അകത്തോട്ടാക്കി നമുക്ക് അടുത്ത് റീയൂസും ചെയ്യാം. പിന്നെ വലിയ കണ്ടെയ്നറുകൾക്ക് ഈ ഇൻസ്ട്രുമെൻസൊക്കെ അതിനകത്ത് കറക്റ്റായിട്ട് പ്രോപ്പർലി ഹോൾഡ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഇൻസ്ട്രുമെൻറ്റ് ഹോൾഡിങ് ട്രേകൾ കാണും, അല്ലെങ്കിൽ ഇന്നർ ബാസ്ക്കറ്റ് കാണും. ഓക്കെ, അതിലാണ് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഇതിനകത്തോട്ട് വെച്ച് ലിഡ് ക്ലോസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു റിജിഡ് സ്റ്റെറിലൈസേഷൻ കണ്ടെയ്നറുകളുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നോക്കാം. ഓക്കെ, ഇത് പലയിടത്തും ചോദിക്കുന്ന ക്വസ്റ്റ്യനുമാണ്. അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ എക്സലൻ്റ് ആയിട്ടുള്ളൊരു ബാരിയർ എഗെയിൻസ്റ്റ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, എക്സലൻ്റ് ഒരു ബാരിയർ പ്രോപ്പർട്ടി ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ, ഹാൻഡിൽ ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, പിന്നെ ഇൻസ്ട്രുമെൻറ്റുകളെ ഫിസിക്കൽ ഡാമേജുകളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. കാരണം ഇത് റിജിഡ് ആയിട്ടുള്ള കണ്ടെയ്നർ അല്ലേ, അപ്പോൾ അതിനകത്തുള്ള ഇൻസ്ട്രുമെൻ്റ് എല്ലാം സേഫാണ്. ഫിസിക്കലി ഉള്ള ഡാമേജുകൾ, അല്ലാതെ ഹാൻഡിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡാമേജ് അങ്ങനെ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസേ ഇല്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്
വലിയ വലിയ കണ്ടെയ്നറുകളിൽ നമ്മളിപ്പോൾ ഓർത്തോടൊക്കെ വലിയ സെറ്റുകളിലൊക്കെയാണ് നല്ല വെയിറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യുമ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എടുത്ത് മാറ്റി ഹാൻഡിൽ ചെയ്യുമ്പോൾ ലോഡിങ് ചെയ്യുമ്പോൾ അൺലോഡിങ് ചെയ്യുന്ന സമയത്തൊക്കെ എർഗണോമിക് ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഇത് വാക്വത്തിൻ്റെ സമയത്ത് സ്റ്റീം സ്റ്റെറിലൈസേഷനിൽ ഫസ്റ്റ് വാക്വത്തിൻ്റെ സമയത്ത് നല്ല ടൈം പിടിക്കും. കാരണം ഈ ഫിൽറ്റർ വഴി വലിയ കണ്ടെയ്നറുകളുടെ അകത്തുള്ള മൊത്തം എയറൊക്കെ വലിച്ചെടുക്കുന്നതിന് ടൈം പിടിക്കും. അതുപോലെ ഡ്രൈയിങ് ഫേസിലും ടൈം പിടിക്കും. ഓക്കെ, കാരണം ഈ ഫിൽട്ടർ സിസ്റ്റം വഴി ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ സ്റ്റോറേജ് സ്പേസ് അഡീഷണൽ വേണം. ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ നമ്മൾ പ്രത്യേകം റൊട്ടീനായിട്ട് ക്ലീനിങ് ഷെഡ്യൂൾ മെയിൻറ്റെയിൻ ചെയ്ത് അത് ക്ലീൻ ചെയ്യേണ്ടി വരും. അതിന് എക്സ്ട്രാ ലേബർ വേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ ഫിൽട്ടർ പേപ്പർ എന്തെങ്കിലും ഡിസ്ലോഡ്ജ്മെൻറ്റ് മാറിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വീണ്ടും റീകണ്ടാമിനേഷനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്യാൻ ബ്ലോക്കായി പോയാലും അത് അതിൻ്റെ എഫിഷ്യൻസി നഷ്ടപ്പെടും. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ലോ ടെമ്പറേച്ചർ മെത്തേഡ് ചെയ്യാൻ വേണ്ടിയിട്ടും കണ്ടെയ്നേഴ്സ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. E2 സ്റ്റെറിലൈസേഷനും പ്ലാസ്മ സ്റ്റെറിലൈസേഷനും ഒക്കെ. അതിൽ തന്നെ ഈ ഒരു ഡിസ്പോസിബിൾ ഫിൽട്ടർ പേപ്പർ മെക്കാനിസം ഉള്ള കണ്ടെയ്നേഴ്സ് എല്ലാം നമുക്ക് സ്റ്റീമിനും E2യ്ക്കും ഉപയോഗിക്കാം. പക്ഷേ ഈ റീയൂസബിൾ ഫിൽറ്റേഴ്സ് ഉള്ള അല്ലെങ്കിൽ ഈ ഒരു വാൽവ് ടൈപ്പ് കണ്ടെയ്നേഴ്സ് ഉണ്ട്, അത് നമുക്ക് ലോ ടെമ്പറേച്ചർ മെത്തേഡിൽ യൂസ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, കാരണം അതിൽ നിന്നും പ്രോപ്പറായിട്ട് എയർ റിമൂവ് ആവില്ല. പിന്നെ അതിനകത്തേക്ക് ഈ ഒരു സ്റ്റെറിലൻ്റ് പെനട്രേഷനും എഫിഷ്യൻ്റായിട്ട് നടക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു E2യ്ക്കും പ്ലാസ്മയ്ക്കും ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിൽ ടോപ്പ് സൈഡിലും അതിൻ്റെ ആ കണ്ടെയ്നറിൻ്റെ ബോട്ടം സൈഡിലും ഫിൽട്ടർ മെക്കാനിസം ഉള്ള ഐറ്റംസാണ്. ഓക്കെ, അതായത് കൂടുതൽ ഫിൽറ്റേഴ്സ് ഉള്ള കണ്ടെയ്നേഴ്സാണ് ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കണ്ടെയ്നേഴ്സിൻ്റെ എയർ ടൈറ്റ്നെസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം ആ ഒരു ലിഡിൽ ഗ്യാസ്കറ്റ് ഉണ്ട്, അതിലെന്തെങ്കിലും ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ ഈ എയർ അതിനകത്തേക്ക് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് ചെക്ക് ചെയ്യുന്നത് വാട്ടർ ഫില്ല് ചെയ്താണ്. ആ കണ്ടെയ്നറിൻ്റെ ബോട്ടം സൈഡിൽ ഒരു 1/4 പോർഷൻ വാട്ടർ ഫില്ല് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ലിഡ് പ്രോപ്പറായിട്ട് ക്ലോസ് ചെയ്തിട്ട് അത് തലകീഴായിട്ട് മറിച്ച് നോക്കുക. അപ്പോൾ എന്തെങ്കിലും വാട്ടർ ലീക്കേജ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം അത് എയർ ടൈറ്റ് അല്ല. അപ്പോൾ അതിൻ്റെ ഗ്യാസ്കറ്റ് അല്ലെങ്കിൽ ആ ഒരു കണ്ടെയ്നർ ലിഡ് നമ്മൾ റിപ്പയർ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഓരോ യൂസിന് ശേഷവും ഈ കണ്ടെയ്നേഴ്സ് പ്രോപ്പറായിട്ട് എല്ലാ പാർട്സും ഇൻസ്പെക്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം. എന്നിട്ട് നമ്മൾ അടുത്ത് സാധനങ്ങൾ പാക്ക് ചെയ്യും അതിലോട്ട്. പിന്നെ അത് ക്ലീൻ ചെയ്യുന്നതിനുള്ള ഡിറ്റർജൻറ്റ് സെലക്ട് ചെയ്യുമ്പോൾ ഒരു ന്യൂട്രൽ pHയിലുള്ള അലുമിനിയം പ്രോഡക്ട്സിനെ നശിപ്പിക്കാത്ത ഡിറ്റർജൻറ്റ് ലൈക്ക് ഒരു ക്ലീനർ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഹൈ ആൽക്കലൈൻ ഡിറ്റർജൻറ്റ്സൊക്കെ അലുമിനിയത്തിൽ ഡാമേജ് ഉണ്ടാക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ലിഡ്, അതിൻ്റെ ഗ്യാസ്കറ്റ് എല്ലാം പ്രോപ്പർലി ക്ലീൻ ചെയ്ത് ഇൻസ്പെക്റ്റ് ചെയ്യുക. അതിൻ്റെ ഗ്യാസ്കറ്റിൽ ഒരു തരത്തിലുള്ള വളവുകളോ അല്ലെങ്കിൽ ക്രാക്സ് ഒന്നും വരാൻ പാടില്ല. പിന്നെ അതിൻ്റെ ഫിൽട്ടർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിസ്പോസബിൾ ഫിൽറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഓരോ യൂസിന് മുമ്പും അത് മാറ്റിയിട്ട് പുതിയ ഒരു പേപ്പർ ഫിൽറ്റർ അതിൽ ഫിക്സ് ചെയ്യുക. അത് മാനുഫാക്ചർ പ്രൊവൈഡ് ചെയ്യുന്ന ഫിൽറ്റർ തന്നെ നമ്മളതിൽ യൂസ് ചെയ്യണം. ഇപ്പോൾ വാൽവ് ടൈപ്പ് ഫിൽറ്റേഴ്സ് ആണെങ്കിൽ അത് ഡിസസംബിൾ ചെയ്തിട്ട് എല്ലാ പാർട്സും പ്രോപ്പർലി ക്ലീൻ ചെയ്ത് അതിൻ്റെ ഫിൽറ്റർ ക്ലീൻ ചെയ്യുക പ്രോപ്പറായിട്ട്. അതുപോലെ തന്നെ ഇൻസ്പെക്റ്റ് ചെയ്യുകയും വേണം.